കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി റഷ്യയുടെയും പുടിന്റെയും ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന കാര്യങ്ങളാണ് യുക്രൈൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റഷ്യൻ മേഖലകളിൽ അടിച്ചുകയറുന്ന യുക്രൈൻ സൈനികർ ഓരോ മേഖലയിലും പിടിച്ചടക്കി മുന്നേറുന്നതിനിടെ വലിയ പ്രത്യാക്രമണത്തിന് മുതിരുന്നില്ല. ഇതിനിടയിലാണ് അത് സംഭവിച്ചത്. റഷ്യൻ ചാരതിമിംഗലം എന്നറിയപ്പെട്ട ചെറുതിമിംഗലത്തെ നോർവേയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയായിരുന്നു. തെക്കു പടിഞ്ഞാറൻ നോർവേയിലെ റിസവികയ്ക്ക് സമീപമാണ് ജഡം കണ്ടെത്തിയത്. ഹവാൽദീമർ എന്ന പേരിട്ട ബെലൂഗ ഇനത്തിലെ തിമിംഗലമാണിത്. ചാരവൃത്തിക്ക് ഉപയോഗിക്കുന്നതാണെങ്കിലും പുടിൻ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതുന്നതാണ് ഹവാൽദീമറിനെ. പല്ലുള്ള, തലയിൽ മെലൻ എന്ന വൃത്താകൃതിയിലുള്ള ഭാഗമുള്ള ഒരു ചെറിയ തിമിംഗലമാണ് ബെലൂഗ തിമിംഗലങ്ങൾ. ക്യാമറ ഘടിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത വിധത്തിലുള്ള തുടൽ ധരിപ്പിച്ച നിലയിൽ 2019 കണ്ടെത്തിയതോടെയാണ് ഈ തിമിംഗലം വാർത്തകളിൽ നിറഞ്ഞത്. ഹവാൽദീമറുമായി ബന്ധപ്പെടുത്തിയുള്ള റഷ്യൻ രഹസ്യാന്വേഷണ ദൗത്യത്തെക്കുറിച്ചുള്ള നിരവധി സിദ്ധാന്തങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. തങ്ങളുടെ പ്രിയ തിമിംഗലം എങ്ങനെ ചത്തുവെന്ന അന്വേഷണമാണ് ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. യുക്രൈൻ തൻ്റെ പ്രിയ ഹവാൽദീമറിനെ തട്ടിയതെന്നാണ് പുടിൻ വിശ്വസിക്കുന്നത്. ഇതോടെ സംഗതികൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. പ്രതികാരം ചെയ്യാൻ പുടിൻ ഉത്തരവിട്ടതോടെ ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകളുമായി യുക്രൈൻ തലസ്ഥാനം ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. തിങ്കളാഴ്ച പുലർച്ചെയാണ് കീവ് ഉന്നമിട്ട് 10 ക്രൂസ് മിസൈലുകളും 10 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണും റഷ്യ പ്രയോഗിച്ചത്. ഇവയെല്ലാം യുക്രൈൻ സേന തകർത്തെങ്കിലും കീവിലെമ്പാടും ഇടതടവില്ലാതെ സ്ഫോടന ശബ്ദം മുഴങ്ങിയതോടെ ജനം ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടി. തകർന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച കീവിൽ വിവിധയിടങ്ങളിലായി 3 പേർക്ക് പരിക്കേറ്റു. 2 കിൻഡർ ഗാർഡനുകൾക്ക് കേടുപാടുണ്ടായി. നഗരത്തിൽ പലയിടത്തും തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. വേനലവധിക്ക് ശേഷം കുട്ടികൾ സ്കൂളിൽ തിരികെ എത്തുന്ന വേളയിലാണ് റഷ്യ പിടിമുറുക്കുന്നത്. ഖർക്കീവിലും ആക്രമണമുണ്ടായി. പാർപ്പിട സമുച്ചയത്തിനു തീപിടിച്ചു. യുക്രൈൻ്റെ പ്രത്യാക്രമണം റഷ്യൻ മേഖലകളിലും നാശനഷ്ടമുണ്ടാക്കി. യുക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള ബിൽഗർദറിലെ മിസൈൽ ആക്രമണത്തിൽ ശിശു സംരക്ഷണ കേന്ദ്രം തകർന്നതായും വാർത്തകളുണ്ട്. മേഖലയിലെ സ്കൂളുകൾ പലതും ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയതായി അധികൃതർ അറിയിച്ചു. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി യുക്രൈനെ 158 ഡ്രോണുകൾ തകർന്നതായി റഷ്യൻ സേന അറിയിച്ചു. ഇതിൽ 2 എണ്ണം മോസ്കോ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. ഇതിനിടെ കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസിൽ റഷ്യ അതിവേഗം മുന്നേറുന്നതായി പ്രസിഡന്റ് പുടിൻ പറഞ്ഞു. യുക്രൈൻ്റെ 18% ഇപ്പോൾ റഷ്യൻ സേന കയ്യേറിക്കഴിഞ്ഞു. പ്രധാനമായും പോക്രോവ്സ്ക് നഗരം ലക്ഷ്യമിട്ടാണ് കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ നീക്കം.